നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന പരമ്പരയുടെ 5-ാം ഭാഗമാണ് ഇത്. 4-ാം ഭാഗത്തിൽ വെളിപ്പാടിലെ പ്രവചനങ്ങൾ താമസിയാതെ നിറവേറേണ്ടവ ആയിരുന്നു എന്നതിനുള്ള തെളിവുകളെ നൽകി. സുപ്രധാനമായ 5 പദപ്രയോഗങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, സമയം അടുത്തിരിക്കുന്നു, മുദ്രയിടരുത്, അല്പകാലം, താമസിയാതെ എന്നീ 5 പദപ്രയോഗങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചത്. വെളിപ്പാട് പുസ്തകം 7 സഭകൾക്ക് എഴുതിയതാണെന്ന് ആദ്യത്തെയും അവസാനത്തെയും അധ്യായങ്ങളിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ആ പ്രവചനങ്ങൾ വായിച്ച് അനുസരിക്കുവാനും നിർദ്ദേശിച്ചിരിക്കുന്നുണ്ട്. അവ അവർക്ക് ബാധകമാകുന്ന വിധത്തിൽ ആ കാലത്ത് തന്നെ നിറവേറണമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആകയാൽ 1000 ആണ്ടുകൾക്കപ്പുറത്തല്ല അതിലെ പ്രവചനങ്ങൾ നിറവേറേണ്ടിയിരുന്നത് എന്നും സ്ഥാപിക്കുകയുണ്ടായി. ഈ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകം ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പേ എഴുതപ്പെട്ടു എന്നതിന് ഉള്ള കൂടുതൽ കൃത്യമായ സുപ്രധാനമായ ഒരു തെളിവാണ് നൽകുന്നത്. വചനഭാഗം വെളിപ്പാട് പുസ്തകം 11-ന്റെ 1-2 വാക്യം. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരത്തെ അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടി. ഈ വചനങ്ങൾ വായിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ നമുക്ക് മനസ്സിലാകുന്ന സത്യം, വിശുദ്ധ നഗരമായ യെരുശലേമും ദൈവാലയവും വെളിപ്പാട് ലഭിച്ച സമയത്ത് നശിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാണ്. കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുവാൻ എന്താണ് ഈ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ഇനി വിശദീകരിക്കാം. ഈ വചനങ്ങളിലുള്ള കാര്യങ്ങളെ പഠന സൗകര്യത്തിനായി യോഹന്നാൻ കണ്ടത് എന്നും യോഹന്നാൻ കേട്ടത് എന്നും 2ആയി തരംതിരിക്കാം. 1-ാം ഭാഗം യോഹന്നാൻ കേട്ടത്. വെളിപ്പാട് 11-ന്റെ 1-2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചകൾ യോഹന്നാൻ കണ്ട കാര്യങ്ങളാണ്. അവ സ്വർഗത്തിലെ കാഴ്ചകളല്ല, ഭൂമിയിലെ കാഴ്ചകളാണ്. യോഹന്നാൻ ദർശനത്തിൽ കണ്ട കാര്യങ്ങളിൽ ഒന്ന് വിശുദ്ധ നഗരമാണ്. വിശുദ്ധ നഗരം എന്ന പദം മൂലഭാഷയിൽ ആർട്ടിക്കിളോട് കൂടെയാണ് എഴുതിയിരിക്കുന്നത്. ടേൻ പോളിൻ, ടേൻ ഹാഗിയൻ. ടേൻ എന്നതാണ് ആർട്ടിക്കിൾ. 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നഗരം എന്നർത്ഥമുള്ള പോളിൻ എന്ന നാമത്തിന് മുന്നിൽ, 2 വിശുദ്ധമായ എന്നർത്ഥമുള്ള ഹാഗിയൻ എന്ന നാമവിശേഷണത്തിന് മുന്നിൽ. ഇംഗ്ലീഷിൽ തർജ്ജമ കൃത്യമാണ്, ദ ഹോളി സിറ്റി. ആർട്ടിക്കിൾ ചേർത്തുള്ള ഈ പ്രയോഗം അവിടെ പറഞ്ഞിരിക്കുന്ന നഗരം അവർക്ക് സുപരിചിതമായ യെരുശലേം നഗരം തന്നെയാകുന്നു എന്നതിന് ഉള്ള സൂചനയാണ്. ബൈബിളിൽ ഒരു വിശുദ്ധ നഗരമേ ഉള്ളൂ. അത് വെളിപ്പാടുണ്ടായ കാലത്ത് യെരുശലേം നഗരം നശിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. 2-മതായിട്ട് യോഹന്നാൻ ദർശനത്തിൽ കണ്ടത് ദൈവത്തിൻ്റെ ആലയമാണ്. ആലയം എന്ന പദം നാവോസ് എന്ന പദത്തിൻ്റെ തർജ്ജമയാണ്. നാവോസ് എന്ന പദത്തിൻ്റെ കൃത്യമായ അർത്ഥം നിവാസം എന്നാണ്. നായോ മീൻസ് ടു ഡ്വെൽ എന്നാണ് സ്ട്രോങ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ നിവാസം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സാക്ഷ്യകൂടാരത്തിലെ വിശുദ്ധ സ്ഥലങ്ങൾ 2നെയും ചേർത്ത് പറയുന്ന പദമാണ് വിശുദ്ധ മന്ദിരം അഥവാ സാങ്ച്വറി. അതിന് ദൈവത്തിൻ്റെ നിവാസം, ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഗോഡ് എന്നും വിളിക്കാം. പുറപ്പാട് 25-8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉദ്ദേശം എന്താ? അവരുടെ നടുവിൽ വസിപ്പാൻ. And let them make me a sanctuary that I may dwell among them. NKJV. മുകളിൽ നഗരത്തോടുള്ള ബന്ധത്തിൽ എന്ന പോലെ വിശുദ്ധ മന്ദിരത്തോടുള്ള ബന്ധത്തിലും ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടോൺ നാവോൻ. ടോൺ എന്നതാണ് ആർട്ടിക്കിൾ. ഇത് ദർശനത്തിൽ യോഹന്നാൻ കണ്ട വിശുദ്ധ മന്ദിരം തനിക്ക് സുപരിചിതമായ യെരുശലേമിലെ ദൈവാലയത്തിലെ വിശുദ്ധ മന്ദിരമായിരുന്നു എന്ന് സൂചിപ്പിക്കും. 3-മത്തേത് യോഹന്നാൻ ദർശനത്തിൽ കണ്ട കാര്യങ്ങളിൽ 3-മത്തേത് യാഗപീഠമാണ്. ഇതും മൂലഭാഷയിൽ ആർട്ടിക്കിളോട് കൂടെയാണ് ടോ തൂസിയ സ്റ്റേരിയോ. ഇത് യോഹന്നാൻ കണ്ട യാഗപീഠം പതിവ് പോലെ തനിക്ക് സുപരിചിതമായ യെരുശലേമിലെ ദൈവാലയത്തിലെ യാഗപീഠമാണ്
എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് പ്രാകാരമാണ്. ഇതും മൂലഭാഷയിൽ ആർട്ടിക്കിളോട് കൂടെയാണ്. ടേൻ ഔലേ, ഇത് യോഹന്നാൻ കണ്ട പ്രാകാരം, തനിക്ക് സുപരിചിതമായ ദൈവാലയത്തിലെ പ്രാകാരം തന്നെ എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് അതിൽ നമസ്കരിക്കുന്നവരാണ്. ദൈവാരാധന നിലവിലുണ്ടായിരുന്നു എന്നതാണ് അത് നൽകുന്ന സൂചന. ആകയാൽ ദർശനത്തിൽ കണ്ട വിശുദ്ധ നഗരമായ യെരുശലേം വെളിപ്പാട് എഴുതുമ്പോൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ദൈവാലയവും നിലവിലുണ്ടായിരുന്നു, നശിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ദൈവാലയത്തിലെ പ്രാകാരം, യാഗപീഠം, തിരുനിവാസം എന്നിവയെല്ലാം നിലവിലുണ്ടായിരുന്നു. ഇതിനാൽ വെളിപ്പാട് ദർശനം ദൈവാലയത്തിൻ്റെയും യെരുശലേം നഗരത്തിൻ്റെയും നാശത്തിനു മുമ്പ് എഴുതപ്പെട്ടു എന്ന് വരുന്നു. ഇനി യോഹന്നാൻ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദണ്ഡ് എന്ന് പറയുന്നത് ഒരു അളവുകോലാണ്. ഒരു ദണ്ണ്, ഒരു കോല് എന്ന് പറയുന്നതൊക്കെ മലയാളത്തിലെ നീളം അളക്കുന്നതിനുള്ള പഴയ ഏകകങ്ങളാണ്. അങ്ങനെ ഒരു അളവുകോൽ നൽകിയിട്ട് ദൂതൻ പറഞ്ഞ കാര്യങ്ങളെ ഭാഗം ഭാഗമായി ഇപ്രകാരം എഴുതാം. അതാണ് യോഹന്നാൻ കേട്ട കാര്യങ്ങൾ. നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ നിവാസത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. നീ നിവാസത്തിൻ്റെ പുറത്തുള്ള പ്രാകാരത്തെ പുറന്തള്ളി അതിനെ അളക്കാതിരിക്കുക. കാരണം അത് ജാതികൾക്ക് നൽകപ്പെട്ടു. ആകയാൽ അവർ വിശുദ്ധ നഗരത്തെ 42 മാസങ്ങൾ ചവിട്ടി മെതിക്കും. ദർശനത്തിൽ ദൂതൻ യോഹന്നാനോട് 2 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഒന്ന്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ നിവാസത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്നതാണ്. 2, നീ നിവാസത്തിൻ്റെ പുറത്തുള്ള പ്രാകാരത്തെ പുറന്തള്ളി അതിനെ അളക്കാതിരിക്കുക എന്നതാണ്. നീ നിവാസത്തിൻ്റെ പുറത്തുള്ള പ്രാകാരത്തെ പുറന്തള്ളി അതിനെ അളക്കാതിരിക്കുക എന്ന് പറഞ്ഞതിനുള്ള കാരണം 2-ാം വാക്യത്തിൻ്റെ ശേഷഭാഗത്ത് നൽകിയിരിക്കുന്നു. അത് ജാതികൾക്ക് നൽകപ്പെട്ടു. ആകയാൽ അവർ വിശുദ്ധ നഗരത്തെ 42 മാസങ്ങൾ ചവിട്ടി മെതിക്കും. ഈ കാരണത്താൽ യോഹന്നാൻ അതിനെ അളക്കേണ്ടതില്ലായിരുന്നു എന്ന് അർത്ഥം. യോഹന്നാൻ ദൈവാലയത്തിലെ തിരുനിവാസത്തിൽ കണ്ട യാഗപീഠം പൊന്നുകൊണ്ടുള്ള ധൂപയാഗപീഠമാണെന്നാണ് വിലയിരുത്തേണ്ടത്. കാരണം അത് വിശുദ്ധ മന്ദിരത്തിലാണ് കണ്ടത്. വിശുദ്ധ മന്ദിരത്തിൽ വളരെ പേർ നമസ്കരിക്കുന്നുണ്ട്. ഇത് അസാധാരണമായ ഒരു കാഴ്ചയാണ്. തിരുനിവാസത്തിൽ പുരോഹിതനല്ലാതെ മറ്റാർക്കും കയറുവാൻ അനുവാദമില്ലായിരുന്നു. പക്ഷെ ഈ ദർശനത്തിൽ അവിടെ വളരെ പേർ നമസ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം ആത്മീകമായി വിവേചിക്കപ്പെടേണ്ടതാണെന്നുള്ള സൂചന ഇതിനാൽ നമുക്ക് നൽകിയിരിക്കുന്നു. ഇനി ആത്മീകമായ വിലയിരുത്തലാണ്. യോഹന്നാൻ കേട്ടത് നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ നിവാസത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക എന്നതായിരുന്നു. വിശുദ്ധ മന്ദിരത്തെയും യാഗപീഠത്തെയും കോൽ കൊണ്ട് അളക്കുവാൻ പറഞ്ഞെങ്കിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കുവാനും പരിഗണിക്കുവാനും കഴിയും. എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ നമസ്കരിക്കുന്നവരെ അളക്കുവാൻ പറഞ്ഞാലോ അതിലെന്തോ പന്തികേടുണ്ട്, അല്ലെങ്കിൽ അതിലെന്തോ ഒരു അസാധാരണത്വമുണ്ട്. അങ്ങനെ ചെയ്യുന്നത് സാധ്യമല്ല. മനുഷ്യരെ കോൽ കൊണ്ട് അളക്കുകയല്ല, അവരുടെ എണ്ണം എടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത് എന്ന് 2-മതും സൂചിപ്പിച്ചിരിക്കുന്നു. 2-ാം വാക്യത്തിൽ 1-ാം ഭാഗത്ത് ദൂതൻ പറയുന്നു, നീ നിവാസത്തിന്റെ പുറത്തുള്ള പ്രാകാരത്തെ പുറന്തള്ളി അതിനെ അളക്കാതിരിക്കുക. ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം എന്ന സത്യവേദ പുസ്തക ഭാഷ്യം ശ്രദ്ധിച്ചാൽ തന്നെ ആ ആലയം ദൈവാലയമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിൻ്റെ ഭാഗമായ വിശുദ്ധ മന്ദിരം മാത്രമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കുവാനും കഴിയും. കാരണം ആലയത്തിന് പുറത്തല്ല പ്രാകാരം, അകത്താണ്. വിശുദ്ധ മന്ദിരത്തിന് പുറത്താണ് പക്ഷേ പ്രാകാരം. മാത്രമല്ല ആലയം എന്നത് ഹീരോൻ എന്ന പദത്തിന്റെ തർജ്ജമ ആണ് ആയിരിക്കേണ്ടത്. ഇവിടെ പദം നാവോസ് ആണല്ലോ. നീ നിവാസത്തിന്റെ പുറത്തുള്ള പ്രാകാരത്തെ പുറന്തള്ളി അതിനെ അളക്കാതിരിക്കുക എന്ന് പറയുവാൻ എന്താണ് കാരണം? അങ്ങനെ പറയുവാനുള്ള കാരണം എന്താണെന്ന് 2-ാം വാക്യത്തിന്റെ ശേഷഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ജാതികൾക്ക് നൽകപ്പെട്ടു എന്നാണത്. അത് ജാതികൾക്ക് നൽകപ്പെട്ടു എന്ന പ്രസ്താവനയ്ക്ക് മുമ്പായി കാരണം എന്നർത്ഥം വരുന്ന ഹോറ്റി എന്ന പദം മൂലഭാഷയിലുണ്ട്. വിശുദ്ധ മന്ദിരത്തിന്റെ പുറത്തുള്ള പ്രാകാരത്തെ ജാതികൾക്ക് നൽകിയത് കൊണ്ടാണ് അതിനെ പുറന്തള്ളി അതിനളക്കാതിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇതിനാൽ വിലയിരുത്തുവാനായിട്ട് സാധിക്കും.
അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാം, സത്യത്തിൽ ജാതികൾക്ക് എന്താണ് നൽകപ്പെട്ടത്? ഉത്തരം ഇതാണ്: തിരുനിവാസത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം, അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ പുറത്തുള്ള പ്രാകാരം. എന്തായിരുന്നു അതിൻ്റെ പരിണത ഫലം? ജാതികൾ വിശുദ്ധ നഗരമായ യെരുശലേമിനെ 42 മാസങ്ങൾ ചവിട്ടി മെതിക്കും. വിശുദ്ധ മന്ദിരത്തെ അല്ല കേട്ടോ ചവിട്ടി മെതിക്കുന്നത്. ജാതികൾ വിശുദ്ധ നഗരമായ യെരുശലേമിനെ 42 മാസങ്ങൾ ചവിട്ടി മെതിക്കും. ആകയാൽ ദർശനത്തിലെ തിരുനിവാസത്തിന്റെ പുറത്തുള്ള പ്രാകാരം ആ കാലത്തെ യെരുശലേമിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് വിശുദ്ധ മന്ദിരത്തിന്റെ പുറത്തുള്ള പ്രാകാരത്തെ ദൈവം പുറന്തള്ളി ജാതികൾക്ക് കൊടുത്തു എന്നതുകൊണ്ട് വിശുദ്ധ നഗരമായിരുന്ന യെരുശലേമിനെയും അതിലെ ദൈവാലയത്തെയും പുറന്തള്ളിയിട്ട് നശിപ്പിക്കുവാനായി ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അർത്ഥം. യെരുശലേം നഗരവും ദേവാലയവും ജാതികൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ട് അവ AD 70 നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. അതേസമയം അളക്കുവാൻ കൽപ്പിക്കപ്പെട്ട വിശുദ്ധ മന്ദിരവും പൊന്നുകൊണ്ടുള്ള യാഗപീഠവും അതിൽ നമസ്കരിക്കുന്നവരും ജാതികളാൽ നശിപ്പിക്കപ്പെടുകയില്ല എന്നും വരുന്നുണ്ട്. കാരണം അവയെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അളന്നത് സംരക്ഷിക്കുവാനാണ്, അളക്കാതിരുന്നത് നശിപ്പിക്കുവാനും. ആകയാൽ ദർശനത്തിലെ വിശുദ്ധ മന്ദിരം കാഴ്ചയ്ക്ക് അക്കാലത്തെ ദൈവാലയത്തിലെ വിശുദ്ധ മന്ദിരമായിരുന്നുവെങ്കിലും അത് ആത്മീകമായ ഒരു വിശുദ്ധ മന്ദിരത്തെയും അതിൽ നമസ്കരിക്കുന്ന ജനത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി 1,44,000 ഇസ്രായേലിനെ മുദ്ര ഏൽപ്പിക്കുന്ന ദർശനവുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള പൊരുത്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. വെളിപ്പാട് 7 1,44,000 ഇസ്രായേലിനെ മുദ്ര ഏൽപ്പിക്കുന്ന ദർശനവുമായി ഈ ദർശനത്തിന് ഒരു പൊരുത്തമുണ്ട്. അവിടെ മുദ്രയിടപ്പെടുന്ന 1,44,000 പേര് ഇസ്രായേലരായിരുന്നു. ഇവിടെ അളക്കപ്പെടുന്നവരും ഇസ്രായേലരാണ്. അവിടെ 1,44,000 പേരെ മുദ്രയിടുന്നത് തുടർന്നുണ്ടാകുന്ന ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. ഇവിടെ അവരെ അളക്കുന്നതും അതേ ദൈവകോപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. അവിടെ മുദ്ര ലഭിക്കാത്തവർ നശിപ്പിക്കപ്പെടുന്നു, ഇവിടെ അളക്കപ്പെടാത്തവർ നശിപ്പിക്കപ്പെടുന്നു. ആകെ 2 ദർശനങ്ങളെയും ഒരേ അർത്ഥമുള്ള ദർശനങ്ങളായിട്ട് കണക്കാക്കുവാൻ കഴിയും. അവിടുത്തെ 1,44,000 പേരാണ് ഇവിടുത്തെ അളക്കപ്പെടുന്നവർ. വ്യാഖ്യാനം തുടരുകയാണ്. അടുത്തതായി ശ്രദ്ധിക്കുക, നശിപ്പിക്കപ്പെടുന്നവ അന്നത്തെ ഭൗമികമായ വിശുദ്ധ നഗരമായ യെരുശലേമും അതിലെ ദൈവാലയവും ജനവുമാകുന്നുവെങ്കിൽ നശിപ്പിക്കപ്പെടാത്തവ ഭൗമികമായവയല്ല എന്നാണ് വരിക. കാരണം ഭൗമികമായതെല്ലാം വിശുദ്ധ മന്ദിരം അടക്കം സകലവും ആ കാലത്ത് നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നതൊരു ചരിത്ര സത്യമാണ്. ആകയാൽ ദർശനത്തിലെ വിശുദ്ധ മന്ദിരം മറ്റൊരു വിശുദ്ധ മന്ദിരത്തെ ആണ് പ്രതിനിധീകരിക്കുന്നത്. നശിപ്പിക്കപ്പെടാത്തവ സ്വർഗീയമാകുന്നു. അതായത് യോഹന്നാൻ ദർശനത്തിൽ അളന്ന തിരുനിവാസവും അതിൽ നമസ്കരിക്കുന്നവരും യാഗപീഠവും എല്ലാം സ്വർഗീയമാകും. ഇനി വിശുദ്ധ മന്ദിരത്തിൽ നമസ്കരിക്കുന്നവരായിട്ട് കണ്ടത്, ആരാധിക്കുന്നവരായിട്ട് കണ്ടവർ ആരായിരുന്നു എന്ന് നോക്കാം. അവിടെ നമസ്കരിക്കുന്നവർ ആരാണെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം പഠിച്ചാൽ നമുക്ക് വ്യക്തമാകും. എബ്രായർ 9:8 പറഞ്ഞിരിക്കുന്നത്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്നാണ്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന മുൻകൂടാരം വിശുദ്ധ സ്ഥലവും വിശുദ്ധ മന്ദിരം അതിവിശുദ്ധ സ്ഥലവും ആകുന്നു. 9-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ ഈ വിശുദ്ധ മന്ദിരത്തെ ലൗകികമായ വിശുദ്ധ മന്ദിരം എന്നാണ് 9:1 വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അലൗകികമായ മറ്റൊരു വിശുദ്ധ മന്ദിരം ഉണ്ടെന്ന് ഉള്ള ധ്വനി ആ പ്രസ്താവനയിലുണ്ട്. കൈപ്പണിയായ അഥവാ മനുഷ്യനിർമ്മിതമായ ലൗകിക വിശുദ്ധ മന്ദിരം വാസ്തവമായതിൻ്റെ പ്രതിബിംബം മാത്രമാണെന്ന് 9-ാം അധ്യായം 24 പറഞ്ഞിട്ടുണ്ട്. വാസ്തവമായത് സ്വർഗമാണെന്നും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ എബ്രായർ 9:8 വിശദീകരണം ഇതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ മന്ദിരം ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൻ്റെ പ്രതിബിംബം ആകുന്നു. അതുകൊണ്ടും അതിനെ മറച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ മുൻകൂടാരം നിൽക്കുന്നത് കൊണ്ടും ദൈവസന്നിധിയിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്നാണ് ആത്മീകമായി അത് അന്ന് സൂചിപ്പിച്ചിരുന്നത്. യേശു
യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആകയാൽ യേശു വന്നപ്പോൾ പിതാവിന്റെ അടുക്കിലേക്കുള്ള വഴി വെളിപ്പെട്ടു. താൻ തന്നെ ആയിരുന്നു ആ വഴി. ക്രൂശിലെ മരണം എന്ന തൻ്റെ പാപരഹിത യാഗം പൂർത്തിയായപ്പോൾ അത് അധികം വ്യക്തമായി. അപ്പോൾ ദൈവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം കൈതൊടാതെ ചീന്തിപ്പോയി. ദൈവസന്നിധിയിലേക്കുള്ള വഴി ക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ തുറന്നിരിക്കുന്നു എന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ച ഒരു അത്ഭുത സംഭവമായിരുന്നു അത്. എബ്രായർ 9:12 പറയുന്നു, യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന്. 9:14 പറഞ്ഞിരിക്കുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും എന്നാണ്. അതായത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ക്രിസ്തുവിന്റെ രക്തം മനസാക്ഷിയെ പാപം പോക്കി ശുദ്ധീകരിക്കുവാൻ ആവശ്യമുണ്ട് എന്ന് സാരം. ഈ ശുദ്ധീകരണം പ്രാപിക്കുന്നവരാണ് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യരായിട്ട് തീരുന്നത്. അവരുടെ ശുദ്ധീകരണത്തിന് ക്രിസ്തുവിന്റെ രക്തം ആവശ്യമായിരുന്നു. അപ്രകാരം പാപങ്ങളുടെ ശുദ്ധീകരണം ഉണ്ടാക്കിയ ശേഷം നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ ക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തു വാസ്തവമായ വിശുദ്ധ മന്ദിരത്തിലേക്ക്, കൈപ്പണി അല്ലാത്ത വിശുദ്ധ മന്ദിരത്തിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 10:19 ആകയാൽ സഹോദരന്മാരെ, യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനായി ധൈര്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൈപ്പണി അല്ലാത്ത വിശുദ്ധ മന്ദിരത്തിൽ ആരാധിക്കുവാനായി ദുർമനസാക്ഷി നീങ്ങി പോകണം. അതിനായിട്ടാണ് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക എന്ന ആഹ്വാനം നൽകപ്പെട്ടിട്ടുള്ളത്. ആകയാൽ യേശുവിൽ വിശ്വസിക്കുന്നവരാണ് തൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടിട്ട് ദുർമനസാക്ഷി നീങ്ങി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത്. അക്കാലത്ത് യേശുവിൽ വിശ്വസിക്കുന്നവരായി യെരുശലേമിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരെയാണ് വിശുദ്ധ മന്ദിരത്തിൽ നമസ്കരിക്കുന്നവരായി വെളിപ്പാട് 11:1 കാണിച്ചിരിക്കുന്നത്. അവരായിരുന്നു യഥാർത്ഥ ദൈവജനം. അതായത് മൊത്തത്തിലുള്ള യഹൂദന്മാരിൽ യഥാർത്ഥ ദൈവജനം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നർത്ഥം. അവരെ ദൈവം റോമൻ സൈന്യത്തിന്റെ വാളിന് ഇരയാകുവാൻ അനുവദിച്ചില്ല. അതിനു മുമ്പേ രക്ഷിച്ചു എന്നുള്ളത് ചരിത്രമാണ്. ലൂക്കോസ് 21:20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ മുന്നറിയിപ്പുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ എപ്പോൾ യെരുശലേം സൈന്യത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കാണുമോ, അപ്പോൾ അവളുടെ ശൂന്യമാക്കൽ സമീപിച്ചിരിക്കുന്നു എന്നറിയണം. അപ്പോൾ യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോവുകയും അവളുടെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോവുകയും നാട്ടുമ്പുറങ്ങളിലുള്ളവർ അവളിലേക്ക് കടക്കാതിരിക്കുകയും വേണം. കാരണം എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം നിറവേറ്റപ്പെടുവാൻ ഇവ പ്രതികാരത്തിന്റെ നാളുകളാകുന്നു. ആ നാളുകളിൽ വയറ്റിലുള്ളവർക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ! എന്തുകൊണ്ടെന്നാൽ ദേശത്തിന്മേൽ വലിയ ക്ലേശവും ഈ ജനത്തിന് ക്രോധവും ഉണ്ടാകും. അവർ വാളിന്റെ വായിൽ വീഴുകയും എല്ലാ ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോകപ്പെടുകയും ജാതികളുടെ സമയങ്ങൾ നിറവേറ്റപ്പെടുന്നത് വരെ യെരുശലേം ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നവളാകുകയും ചെയ്യും. ഈ മുന്നറിയിപ്പുകൾക്ക് അനുസൃതമായി അവർ യെരുശലേം വിട്ടു പോവുകയും പെല്ല എന്ന വിജാതീയ നഗരത്തിൽ അഭയം തേടി രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. മേൽപ്പറഞ്ഞതുപോലെ ആരെയാണ് ദൈവം പുറന്തള്ളുക എന്ന് ഗലാത്യർ 4:30 അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 4:30 ഞാൻ വായിക്കാം. നേരെ മറിച്ച് തിരുവെഴുത്ത് പറയുന്നു, നീ ബാല്യക്കാരത്തിയെയും അവളുടെ പുത്രനെയും പുറത്താക്കുവേ. എന്തുകൊണ്ടെന്നാൽ ബാല്യക്കാരത്തിയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോട് കൂടെ അവകാശി ആകയില്ല. ഇതിലെ ബാല്യക്കാരത്തി ഹഗാറാണ്. അവൾ സീനായ് മലയുടെയും പഴയ നിയമത്തിന്റെയും ഭൗമിക യെരുശലേമിന്റെയും സാദൃശ്യം ആകുന്നു. ഹഗാറിൻ മകൻ ഇസ്മായേൽ, അടിമയ്ക്ക് പിറന്ന അടിമ, ന്യായപ്രമാണത്തിന് കീഴിൽ ഇരിപ്പാൻ ഇച്ഛിച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് പാപത്തിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്നവരുടെ സാദൃശ്യം. അവർ ഭൗമിക യെരുശലേമിനോട് കൂടെ പുറന്തള്ളപ്പെട്ടു. എന്നാൽ സാറ സ്വതന്ത്ര,
സിയോൻ മലയുടെയും പുതിയ നിയമത്തിന്റെയും സ്വർഗീയ യെരൂശലേമിന്റെയും സാദൃശ്യം. ഇസ്ഹാക്കോ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച സ്വതന്ത്രയായ സഭയുടെ സാദൃശ്യം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ഭൗമിക യെരൂശലേമിനെ വിട്ടുകളഞ്ഞ് സ്വർഗീയ യെരൂശലേമിലെ പൗരന്മാരായി സ്വയം കണക്കാക്കിയവർ. അവരാകുന്ന അവകാശികൾ, പുറന്തള്ളപ്പെടാത്തവർ, യഥാർത്ഥമായ ദൈവത്തെ നമസ്കരിക്കുന്നവർ, സത്യനമസ്കാരികൾ. അവരെ ദൈവം ജാതികളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. അവർ പുറന്തള്ളപ്പെട്ട അവിശ്വാസികളായ യഹൂദന്മാരോടുകൂടെ നശിച്ചു പോയില്ല. അവർ മുദ്രയേറ്റ 1,44,000 ഇസ്രായേലർ തന്നെ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം. ജാതികൾ വിശുദ്ധ നഗരമായ യെരൂശലേമിനെ 42 മാസങ്ങൾ ചവിട്ടി മെതിക്കും എന്ന സംഭവത്തെക്കുറിച്ച് കർത്താവ് ലൂക്കോസ് 21:24 പറയുന്നുണ്ട്. അവർ വാളിന്റെ വായിൽ വീഴുകയും എല്ലാ ജാതികളിലേക്കും ഭദ്രരാക്കി കൊണ്ടുപോകപ്പെടുകയും ജാതികളുടെ സമയങ്ങൾ നിറവേറ്റപ്പെടുന്നത് വരെ യെരൂശലേം ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നവൾ ആകുകയും ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അവിശ്വാസികളായ യഹൂദർ വാളാൽ കൊല്ലപ്പെടുന്നത്, ശേഷിച്ചവർ എല്ലാ ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകപ്പെടുന്നത്, അതുപോലെ ജാതികളുടെ സമയങ്ങൾ നിറവേറ്റപ്പെടുന്നവരെ യെരൂശലേം ജാതികളാൽ ചവിട്ടി മെതിക്കപ്പെടുന്നത്, ഇതെല്ലാം ക്രിസ്തു അബ്ദം 70 നിറവേറി, AD 70 നിറവേറി, ആ തലമുറയിൽ നിറവേറി എന്ന് ചരിത്രം വിളിച്ചോതുന്നു. ആകയാൽ വെളിപ്പാട് 11:2 ലൂക്കോസ് 21:24 പറഞ്ഞിരിക്കുന്ന സംഭവം ഒന്ന് തന്നെയാണ്. മേൽ പറഞ്ഞ വസ്തുതകളുടെ വെളിച്ചത്തിൽ ഒരു സത്യം വ്യക്തമാണ്. അപ്പസ്തലനായ യോഹന്നാന് വെളിപ്പാട് ലഭിക്കുമ്പോൾ യെരൂശലേമും ദൈവാലയവും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ആകയാൽ യോഹന്നാന് വെളിപ്പാട് ലഭിച്ചത് ദൈവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പാണ്, ക്രിസ്തുവാബ്ദം 70 മുമ്പാണ്. ഇത് സംബന്ധിച്ച് ആന്തരികമായ തെളിവുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ. അതുവരെ വിട. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.